ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ തേങ്ങ അരച്ചുള്ള ഒരു മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. വീട്ടിൽ വാള കിട്ടുന്ന സമയത്ത് അമ്മച്ചി അതിൻ്റെ തലയും വയർഭാഗവും കൂടെ ചേർത്ത് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് ഒരു കറി വെക്കുമായിരുന്നു. ഇന്ന് ഞാൻ അമ്മച്ചി ഉപയോഗിച്ചിരുന്ന അതേ ചേരുവകൾ ചേർത്താണ് ഈ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബ്ലൂ ഫിഷിന്റെ തലയാണ് കറി വെക്കുന്നത്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അതിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് പകുതി കാശ്മീരി ചില്ലിയും പകുതി എരിവുള്ള മുളകും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടിയാണ് ചൂടാക്കുന്നത്. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചച്ചുവയൊന്നും മാറി കിട്ടുന്നതിനാണ് നമ്മൾ ചൂടാക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയാൽ മതി. മീൻകറിക്കുള്ള തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. അതിന് ഞാൻ ഈ ജാറിൽ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയത് ഇട്ടാണ് അരയ്ക്കുന്നത്. ഈ തേങ്ങയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ചായിട്ട് ഒഴിക്കുക. ഇപ്പൊ ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ തേങ്ങ അരച്ചതില് 3 ചെറിയ ഉള്ളിയും കൂടെ ഇടുകയാണ്. അത് ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയി. അതും കൂടെ അരച്ചെടുക്കണം. ഈ തേങ്ങ നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളപ്പിച്ച് എടുക്കണം. അതിന് ഈ അരപ്പ് ഞാൻ ചട്ടിയിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ ഈ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. നമുക്ക് ഇത്രയും വെള്ളം പോരാ, കുറച്ചും കൂടെ ഒഴിക്കണം. ഇനി ഈ അരപ്പിലേക്ക് ഞാൻ 1/2 കപ്പ് സവോള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് നെടുവേ പിളർന്നത്, ഒരു 1.5 കപ്പ് മാങ്ങയുള്ള ഉണ്ട്. അത് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. ഈ മാങ്ങ അധികം പുളിയില്ലാത്തതാണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയ 2 കഷ്ണം പുളി കീറിയതും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നു. ഒരു 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ ഇത് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് വരിയിൽ ഉപ്പ് ചേർക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ഇതിൽ വേണം. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതില് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് തിളപ്പിക്കണം. അരപ്പ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരു 2 മിനിറ്റും കൂടെ തിളപ്പിച്ചു. ഇനി ഇതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് നന്നായിട്ട് പയ്യൊന്ന് ഇളക്കി വെക്കണം. മീൻകറി ഇനി മൂടി വെച്ച് വേവിക്കുക. ഇനി അധികം സമയം എടുക്കുകയില്ല, ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഈ മീൻ കറി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് ചെറുതായിട്ട് മീൻ പൊടിയാതെ ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പം ഉപ്പോ പുളിയോ വേണമെന്ന് വരിയിൽ ചേർക്കാം. കുറച്ച് സമയം കൂടെ ഇരുന്നാൽ മതി. മീൻ വെന്തിട്ടുണ്ട്.
ഞാൻ ഇനി ഇതിനെ കടുക് പൊട്ടിച്ച് താളിക്കാൻ പോവുകയാണ്. കടുക് പൊട്ടിക്കുന്നതിന് ഈ തവയിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇടുന്നു. 2 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില. ഈ കറി ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കണം. തേങ്ങ അരച്ച ഉഗ്രൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഏത് മീനും ഈ റെസിപ്പിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്യുക.